ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മിറാക്കിൾ മോർണിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് ജോമോൾ എന്നാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഇപ്പോൾ ജോയിൻ ആയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിന്നിങ് ടീമിലേക്ക് എന്നെ ഒരു ഇവിടെ ഇങ്ങനെ ഒരു സെഷൻ അവതരിപ്പിക്കാനും വേണ്ടി എന്നെ പ്രാപ്തരാക്കിയത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഷാജി സാറിനെയാണ്. അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ ഗ്രൂപ്പിലെ സ്റ്റാർ ഡയറക്ടറായ ഭീമ മാം, അതുപോലെ തന്നെ എൻ്റെ അപ്ലൈൻസ് ചേച്ചിമാർ, അതുപോലെ ഡൗലൈൻസ്, ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ആഗ്രഹങ്ങളുണ്ടല്ലേ, ഒത്തിരി ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ആഗ്രഹങ്ങൾ നമ്മൾ സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യം ഒരു മെഡിറ്റേഷനാണ് നമുക്കിതിന് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് CEP-യിലൂടെ നമുക്ക് ഈ മെഡിറ്റേഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ മെഡിറ്റേഷനിലൂടെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഓരോ കാര്യങ്ങൾ വേണ്ടി നടക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ഇപ്പം കാത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കാൻ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് നമ്മളൊരു ചെക്കപ്പിനൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾക്ക് ഡോക്ടർമാർ പറയാറുണ്ട്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ സ്ട്രെസ് കുറയ്ക്കുക, അതുപോലെ ടെൻഷൻ കുറയ്ക്കുക, അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഡോക്ടർ നമുക്ക് സജസ്റ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ടാബ്ലറ്റ് കഴിച്ചും ഒക്കെ മറികടന്ന്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഈ മെഡിറ്റേഷൻ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സംഗതിയാണ്. മെഡിറ്റേഷനിലൂടെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കുന്നു, ആൻസൈറ്റി കുറയ്ക്കാൻ സാധിക്കുന്നു, നമ്മുടെ മൈൻഡിൽ ഒരു ഫിക്സിങ്, അതായത് നമ്മളൊരു ഫോക്കസ് ക്രമീകരിക്കാൻ സാധിക്കുന്നു. നമ്മൾ യു ആർ എ വിൻ എന്നൊരു 3 പ്രാവശ്യം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു വിന്നായിട്ടുള്ള ഒരു ഫോക്കസ് നമുക്ക് നമ്മുടെ മൈൻഡിൽ അങ്ങ് ഫിക്സ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനുള്ള ഒരു പോസിറ്റീവ് എനർജി, അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളിലാട്ടെ ആരോഗ്യകരമായ കാര്യങ്ങളിലാട്ടെ നല്ലൊരു പോസിറ്റീവ് എനർജിയോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളൊരു എനർജി നമുക്ക് ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ മെഡിറ്റേഷൻ ആരും സ്കിപ്പ് ചെയ്യാതെ ഇതിനൊക്കെ പങ്കുകൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്, ഞാൻ കൂടുതലും ഇത് ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സപ്ലിമെന്റിനെ കുറിച്ചുള്ള ഒരു പ്രാധാന്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, പാരമ്പര്യമായിട്ട് നമുക്ക് ഡയബറ്റീസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഒരു പാരമ്പര്യം, അതായത് ഒരു 1960 കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഡയബറ്റീസ് ഒക്കെ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു രോഗമായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു രോഗമായിരുന്നു ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോ അന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അന്നത്തെ മാതാപിതാക്കന്മാർക്ക് ഇങ്ങനെ എങ്ങനെയുള്ള നമ്മുടെ കൾച്ചറിന്റെ ഒരു രീതിയാണ്. അതായത് നമ്മുടെ കൃഷിയുടെ സംബന്ധപ്പെട്ട കാര്യങ്ങളിലാട്ടെ എങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫുഡ് പ്രൊഡക്ഷൻ ഒക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ നമ്മൾ ചെടികളൊക്കെ നട്ടു വളർത്തി അത് പച്ചക്കറികളായിട്ടും ധാന്യവർഗ്ഗങ്ങളായിട്ടും ചാരവും ചാണകവും ഒക്കെ ഇട്ട് വളർത്തി നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഡയബറ്റീസിനെ തടയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ്, നമുക്ക് പ്രത്യേകിച്ച് ഒരു വ്യായാമത്തിന്റെ ആവശ്യം നമുക്ക് അന്നില്ല. അന്നത്തെയുള്ള മാതാപിതാക്കന്മാരെന്ന് പറയുമ്പോൾ ആൾക്കാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ ഡയബറ്റീസ് അത്ര കണ്ടുവരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു 60 കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 900 അങ്ങനെ ഒരു 2000-നോടൊക്കെ അടുത്ത് കണ്ടു കഴിയുമ്പോൾ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് ഡയബറ്റീസ് പിടിപെടുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്? നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടാണ് നമുക്ക്
ഇങ്ങനെയുള്ള ഈ ഡയബറ്റീസ് രോഗികളുടെ എണ്ണം ഒരു 90% കൂടാൻ സാധിച്ചത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് ഈ പാരമ്പര്യമായിട്ട് നമ്മൾ കണ്ടുവന്നിരുന്ന ഈ രോഗം എന്ന് പറയുന്നത്, ഈ പാരമ്പര്യമായിട്ടുള്ള ഈ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറവുള്ള മാതാപിതാക്കൾക്ക് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായ രോഗത്തിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആ പിന്നെ ഗർഭിണിയായ ആ ലേഡിക്കുണ്ടാകുന്ന ഡയബറ്റിക് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗർഭിണിയാകുന്ന അവസ്ഥയിൽ നമ്മുടെ കുട്ടി ഭ്രൂണം രൂപപ്പെടുമ്പോൾ നമുക്ക് പ്ലാസന്റ വഴിയാണ് കുട്ടിയിലേക്കുള്ള എല്ലാ മിനറൽസും വിറ്റമിൻസും അവരുടെ മദറിൽ നിന്നും അങ്ങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ പ്ലാസന്റ കുട്ടിയുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഹോർമോണിന്റെ ഉൽപാദനത്തിന്റെ ഫലമായിട്ട് ചില ഗർഭിണികൾക്ക് മാത്രം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസി കുറവ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രഗ്നൻസി സമയത്ത് അതുവരെ ഇല്ലാതിരുന്ന ഡയബറ്റീസ് പ്രഗ്നൻസി സമയത്ത് നമുക്ക് പിടിപെടാൻ കാരണമാണ്. അപ്പം നമ്മൾ ശരിക്കും ഒരു ഡോക്ടറെ പോയി കണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് കണ്ടതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് അതിനുള്ള ഒരു പ്രിക്കോഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഫുഡിലുള്ള ക്രമീകരണം, കാർബോഹൈഡ്രേറ്റ് ഫുഡ്, ഗ്ലൂക്കോസ് അടങ്ങിയ ഫുഡ് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, ബേക്കറി പലഹാരങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഫൈബർ അടങ്ങിയതും സിങ്ക് അടങ്ങിയതും നാരടങ്ങിയതും ഒക്കെ ഫുഡുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടിയിലേക്ക് ഈ ബ്ലഡിലൂടെ പോകുന്ന ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പാരമ്പര്യമായിട്ട് ഉള്ള രോഗമായിട്ട് ഡയബറ്റീസ് വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഏതായാലും ഇങ്ങനെ ഒരു ഷുഗർ ഉള്ള പേഷ്യൻ്റ് ആണ്. നമുക്ക് ഇങ്ങനെ കുട്ടി ഉണ്ടാകുമ്പോൾ നമുക്കറിയാം കുട്ടിയുടെ വളർച്ചയിൽ നമ്മൾ ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് മാതാപിതാക്കന്മാർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം ഇന്നത്തെ ഒരു ജീവിതക്രമം വെച്ച് നോക്കുമ്പോൾ ഇത് ബേക്കറി ഫുഡുകളൊക്കെ കുട്ടികളെ ചോദിച്ചെന്ന് വരാം. അപ്പം ഒരു കാരണവശാലും നമ്മൾക്ക് ഉള്ള രോഗത്തെക്കുറിച്ച് നമ്മൾ നല്ല ബോധ്യവാന്മാരാണ്. ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളൊരു കർത്തവ്യം നമ്മൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടതാണ്. അപ്പം നമ്മൾ കുട്ടികളിൽ മെറ്റബോളിസം വളരാൻ മാത്രം നടത്തിക്കൊണ്ടുവരാനുള്ള ഫുഡ് അത് അവർക്ക് സപ്ലൈ ചെയ്യുക. അതുവരെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനുള്ള സമയം കൊടുക്കുക, കളിക്കാനുള്ള സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് ബേക്കറി പല കാര്യങ്ങളായിട്ട് ഫുഡുകളൊക്കെ ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അതുപോലെ ഗ്ലൂക്കോസ് അടങ്ങിയ പദാർത്ഥങ്ങൾ ഇതൊക്കെ നിർത്തിയിട്ട് സിങ്ക് അതുപോലെയുള്ള നാരടങ്ങിയ ഫുഡുകൾ, ഫൈബർ അടങ്ങിയ ഫുഡുകളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് നമ്മൾ അത് ശീലിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഡയബറ്റീസിനെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് തടഞ്ഞുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പൊ പിന്നെ ഒരു രീതിയിൽ ഡയബറ്റീസ് വരുന്നതെന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഫലമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഗർഭിണിയിലിരിക്കുന്ന ഒരവസ്ഥയിൽ ഇതുപോലെ ഡയബറ്റീസ് കുട്ടികളിലേക്ക് പകരാം. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് നമുക്ക് ഡയബറ്റീസ് വരാൻ കുട്ടികളിലേക്ക് പകർന്ന് അതിനൊക്കെ തടയാനുള്ള ഒരു ചെറിയ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു എക്സസൈസിന്റെ ഒക്കെ ഒരു ആവശ്യമുണ്ട്. ഗർഭിണിമാർക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഒരു ഇതുപോലെ നമ്മുടെ മസിലുകൾക്ക് നന്നായിട്ട് സ്ട്രെസ് കൊടുത്തുകൊണ്ടുള്ള എക്സസൈസ് ആണ് നമുക്ക് ഈ ഡയബറ്റീസിന് ആവശ്യമായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു വാക്കിംഗ് കൊണ്ട് നമുക്ക് ഈ എക്സസൈസിനെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഡയബറ്റീസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിന് ഓടുകണം, വേണം, ചാടണം, അങ്ങനെ പുഷപ്പ് ചെയ്യണം, അങ്ങനെ കുറെ ഇതുണ്ട്, മെത്തേഡുണ്ട്. അപ്പൊ അത് ഗർഭിണിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യണേ? നമ്മളെ ഈ ടൈലർ ഷോപ്പിലൊക്കെ പോയിട്ട് അവർ തയ്ക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? കാലിന്റെ ഉപ്പൂറ്റി നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ കാലിന്റെ മസിലുകൾക്ക് ടയേർഡ് വരും. അപ്പൊ അവിടെ ഗ്ലൂക്കോസിന്റെ ആവശ്യം, നമുക്ക് ഊർജം ആവശ്യമാണ്. അപ്പൊ അതിൽ വഴിയായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ ഒരു ലെവലിലെ കൺട്രോളിൽ എത്തിക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന ഈ ഒരു ക്ലാസ് ഇപ്പം നിങ്ങൾ മാതാപിതാക്കന്മാരാണെങ്കിലും പ്രായമുള്ള ആൾക്കാരാണെങ്കിലും അവർക്കൊന്നും ഇങ്ങനെ എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുന്നവരായിരിക്കാം. അപ്പം അവരെന്താ ഇതുപോലെയുള്ളൊരു എക്സസൈസ് ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ കാലുകളിൽ ഇങ്ങനെ മസിലുകൾക്ക് ടയർഡ് കൊടുത്തുകൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് കുറേയൊക്കെ നമുക്ക് ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇനി ഒരു രീതിയിൽ വരുന്നതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ഒരു വ്യത്യാസം. അതായത് പൊണ്ണത്തടി ഉള്ളവർക്ക് ഇതുപോലെ ഡയബറ്റീസ് വരാം. അതുപോലെ ഉറക്കക്കുറവ് വരുന്നവർക്ക്, സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക്, അതുപോലെ ടെൻഷൻ അനുഭവിക്കുന്നവർക്ക്, അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഫുഡുകൾ, അതായത് നമ്മളെ ഭക്ഷണ ക്രമീകരണം ശരിയല്ലാത്തവർക്ക്, വ്യായാമക്കുറവുള്ളവർക്ക് ഒക്കെ ഇതുകൊണ്ടാണ് ഈ ഡയബറ്റീസ് പേഷ്യന്റിന്റെ എണ്ണം കൂടി വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ കൂടുതലായിട്ടും ഡയബറ്റീസ് കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ കൊറോണയുടെ ഒരു ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഡയബറ്റീസുകാരുടെ എണ്ണം 90% മേലെ കൂടിയിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ വന്നതും അല്ലാതെ എനിക്ക് പാരമ്പര്യമായിട്ട് വന്നതല്ല. അങ്ങനെ എനിക്ക് വന്ന ഷുഗർ എന്ന് പറയുന്നത് ഞാൻ കഴിച്ച സ്റ്റിറോയിഡിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഷുഗർ വന്നത്. അപ്പൊ എനിക്ക് ആകെ ഒരു വിഷമായി. നമ്മളിപ്പോ ഡോക്ടറിന്റെ അടുത്ത് സമീപിച്ച് ഡോക്ടർ തരുന്ന മരുന്ന് കഴിച്ച് നമ്മുടെ അസുഖം മാറും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണല്ലോ നമ്മൾ മരുന്ന് കഴിക്കുന്നത്. അപ്പൊ എനിക്ക് തലവേദന ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ തലവേദനയ്ക്ക് ഞാൻ സൈബലിയൻ ടാബ്ലറ്റ് ഒരു 2 വർഷം അടുപ്പിച്ച് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ ഫലമായിട്ട് എനിക്ക് ചെവിയുടെ ഒരു ഇയർ ബാലൻസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഇയർ ബാലൻസിന്റെ പ്രശ്നത്തിന് ഞാനൊരു 8 വർഷം സ്റ്റിറോയിഡ് കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടറിന്റെ സജഷൻ പ്രകാരം ഞാൻ കഴിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് എൻ്റെ ബോഡിയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിൽ വണ്ണം വെക്കുന്നു. അതുപോലെ തന്നെ റെഡ് കളറിലും ബ്ലാക്ക് കളർ ഡോട്ടുകൾ എൻ്റെ കയ്യിലും കാലിലും ഒക്കെ കാണാൻ തുടങ്ങി. ഭയങ്കര ടയേർഡ്നെസ് കാണാൻ തുടങ്ങി. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡോക്ടറെ പോയി കണ്ടു, പരിശോധിച്ചപ്പം അവരെന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഡയബറ്റീസ് ആണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും പറഞ്ഞു, എനിക്ക് പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ ഡയബറ്റീസ് പിടിപെടാൻ ഒരു വഴിയില്ല ഡോക്ടറെ, എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ നിങ്ങൾ ഏത് സ്റ്റിറോയിഡാണ് കഴിക്കുന്നതെന്ന് കുറച്ച് അധികം ചോദിച്ചതിന് ശേഷമാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു സ്റ്റിറോയിഡുകളാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, ഈ സ്റ്റിറോയിഡിലുള്ള ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ഡയബറ്റീസിലേക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗമാണ് നിങ്ങളെ ഇതുപോലെ ഡയബറ്റിക്സ് പേഷ്യന്റ് ആക്കി മാറ്റിയെന്ന് പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും ഒരു വിഷമം നമുക്ക് അനുഭവപ്പെടും. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ ഈ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഡോക്ടറെ സമീപിച്ചു. ഡോക്ടറെ എനിക്ക് ടാബ്ലറ്റ് കുറിച്ച് തന്നു. പലതരം ടാബ്ലറ്റ് ഡോക്ടർ എനിക്ക് മാറി ഒരു പരീക്ഷണ വസ്തുവിനെ പോലെ എന്നെ പരീക്ഷിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ഓരോ ടാബ്ലറ്റ് കഴിക്കുമ്പോഴും എനിക്ക് ഓരോ സൈഡ് എഫക്റ്റ് ആണ്. ഒന്നുകിൽ കൈ മരവിക്കും, കാല് മരവിപ്പ്, അതുപോലെ തന്നെ ഞരമ്പ് സംബന്ധമായ മരവിപ്പ്, അങ്ങനെ ഒരു പെടച്ചിൽ. ഇപ്പൊ എങ്ങനെയാ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കണം? ഇപ്പം ഡയബറ്റീസ് വന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ ഈ മെറ്റ്ഫോർമിൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ വിന്നിംഗ് ടീമുമായിട്ട്, നമ്മുടെ വെസ്റ്റേജ് കമ്പനിയുമായിട്ട് കണക്റ്റഡ് ആവുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ ഈ ഒരു വിന്നിംഗ് ടീമിലേക്ക് കടന്നു വന്നത്. കാരണം എനിക്ക് എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഇയർ ബാലൻസിന്റെ പ്രശ്നമുണ്ട്, അതുപോലെ തലവേദനയുണ്ട്, അതുപോലെ ഡയബറ്റീസ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം എനിക്ക് ലഭിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ വിന്നിംഗ് ടീമിലേക്ക് കടന്നു വരുന്നത് തന്നെ. അപ്പോൾ എന്നോട് എൻ്റെ അപ്ലയൻസ് ആയ എൻ്റെ ചേച്ചിമാർക്ക് അറിയാം എനിക്ക് ഓൾറെഡി ഇങ്ങനെ ഡയബറ്റീസ് ഉണ്ട്. അപ്പം അവരെന്നോട് പറഞ്ഞു, എടി നിനക്ക് ഈ വിന്നിംഗ് ടീമിൽ നിനക്ക് ഈ വെസ്റ്റേജ് കമ്പനി നമുക്ക് ഗ്ലൂക്കോ ഹെൽത്തും നീമും ഒത്തിരി പ്രയോജനപ്പെടും. നീ കഴിക്കുന്ന മെറ്റ്ഫോർമിൻ ടാബ്ലറ്റിനോടൊപ്പം തന്നെ നീ അതിന് കണ്ടിന്യൂസ് ചെയ്തു പോകാൻ അവരെന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ജോയിൻ ആയതിനു ശേഷം ഡെയിലി ഷാജി സാർ മീറ്റിംഗ് എടുക്കുന്ന സമയത്ത് സാർ പറയുന്നുണ്ടായിരുന്നു, ഇതുപോലെ നിങ്ങൾ ഡയബറ്റീസ് ടാബ്ലറ്റ് കഴിക്കുന്നവര് നീമും അതുപോലെ തന്നെ ഗ്ലൂക്കോ ഹെൽത്ത് ക്യാപ്സ്യൂൾ സപ്ലിമെന്റ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 2-3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ടാബ്ലറ്റ് ഉപയോഗിച്ച്, അതായത് ഇംഗ്ലീഷ് ടാബ്ലറ്റ് ഉപയോഗിച്ച് നിർത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഷുഗർ ലെവലിനെ കൺട്രോൾ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് സാറ് ഇങ്ങനെ ഓരോ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കേട്ടുകൊണ്ട് ഞാൻ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ തുടങ്ങി. അതിലുള്ള മാറ്റം
ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇവിടെ ഇരുന്ന് എൻ്റെ ഈ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ എനിക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സപ്ലിമെന്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഈ കേൾക്കുന്നവരൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഇപ്പം ഡയബറ്റീസ് ഉള്ളവരുണ്ടായിരിക്കാം, അതുപോലെ കൊളസ്ട്രോള്, BP അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ ഉള്ളവർ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കാം, അല്ലെ നമ്മുടെ അറിവിൽപ്പെട്ടവരുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മളൊരു ഡോക്ടേഴ്സിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ വെച്ച് നമ്മൾ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ സപ്ലിമെന്റ് ഉപയോഗിക്കണം എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് വരുന്നുണ്ട്. തീർച്ചയായും എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ്, അതായത് ഞാൻ ഇപ്പം ഡയബറ്റീസിനെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയാൻ കാരണം, ഈ മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന ഈ ടാബ്ലറ്റ് നമ്മുടെ ലിവറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്നത് മാത്രമേ ഒരു വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മുടെ പാൻക്രിയാസില് ബീറ്റാ സെല്ലുകൾ, അതായത് മരിച്ചു കിടക്കുന്നെന്ന് പറയാം, ഈ ബീറ്റാ സെല്ലുകൾ പ്രവർത്തനരഹിതമായി ബീറ്റാ സെല്ലുകളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഒരു കാരണവശാലും പാൻക്രിയാസിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ മെറ്റ്ഫോർമിന് സാധിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് നമ്മുടെ സപ്ലിമെന്റിന്റെ പ്രാധാന്യം നമ്മൾ കാണേണ്ടത്. അപ്പൊ ഈ സപ്ലിമെന്റ്, അതായത് നീം, നമ്മൾ ഈ മെറ്റ്ഫോർമിനോടൊപ്പം നമ്മൾ നീം കഴിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, നീമിലുള്ള ഗുണങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നീം ഒരു ആര്യവേപ്പാണ്. അത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടുവരുന്ന ഒരു ചെടിയാണ്. നാട്ടിൻപുറത്തുള്ളവർക്ക് വേണമെങ്കിൽ അതിന്റെ നീമിന്റെ തളിരില 2 കഴിച്ച് നമുക്ക് ചവച്ചരച്ച് കഴിച്ചുകൊണ്ട് നമുക്ക് വായു മലിനീകരണത്തിൽ, അന്തരീക്ഷ വായുവിൽ നിന്നും നമ്മുടെ ഉള്ളിലോട്ട് പോകുന്ന മലിനീകരണത്തെ തടയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രമേഹത്തെ നല്ലപോലെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ സിറ്റിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നീമിന്റെ പിന്നാലെ പോകാൻ പറ്റത്തില്ല. നമുക്ക് ഒരു മരത്തിന് കണ്ടുപിടിച്ച് നമുക്ക് അതിന്റെ ഇല പറിച്ച് ഇതൊന്നും കഴിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അവിടെയാണ് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി നമുക്ക് വേണ്ടിയിട്ട് ദൈവദത്തമായി നമുക്ക് അതിന്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഒരു വ്യക്തിയിലേക്ക് അതിന്റെ ഗുണങ്ങൾ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമുക്ക് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് ദൈവം തന്നൊരു നിധിയായിട്ട് തന്നെ നമ്മളിപ്പോ കഴിക്കുന്ന ഇംഗ്ലീഷ് മരുന്നിനോടൊപ്പം നമ്മൾ ഈ സപ്ലിമെന്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇംഗ്ലീഷ് മരുന്നിൽ നിന്നും നഷ്ടപ്പെടുന്ന പോഷക ഗുണങ്ങൾ, അതായത് വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് സപ്ലിമെന്റിലൂടെ സപ്പോർട്ടായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ ഗ്ലൂക്കോസ് ലെവലിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ നീമിന്റെ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അച്ചു സാർ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിന്റെ ക്ലാസ് തന്നിട്ടുണ്ട്. എന്നാലും ചെറിയ ഒരു രീതിയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറയാണ്, അന്തരീക്ഷ വായു മലിനീകരണത്തെ തടയാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ നീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നീമിന്റെ ക്യാപ്സ്യൂള്. അതുപോലെ ആന്റി ഓക്സിഡന്റുകൾ ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്, ഒരു 9% വൈറ്റമിൻ ഇ ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ മറ്റേ നമ്മുടെ തലയിലെ താരന്, ചൊറിച്ചില്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ വരുന്നു കഴിയുമ്പോൾ ഈ മുടി വളർച്ചയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് നീം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി വസ്ത്രമേഖലയിൽ നീം വന്നിരിക്കുന്നത്, പണ്ടുള്ള ആചാര്യന്മാരൊക്കെ ഈ ഔഷധ കൂട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ആര്യവേപ്പിന്റെ ഇത് കായും തൊലിയും ഇതുപോലെ തന്നെ ലീവ്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നീമിന്റെ ഗുണങ്ങൾ കുറേ ഗുണങ്ങളുണ്ട്. അപ്പം ഇപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് മെറ്റ്ഫോർമിൻ ടാബ്ലറ്റ്, അതായത് ഞാൻ ആ ടാബ്ലറ്റിനെ കുറിച്ച്, ഇത് ഡയബറ്റീസ് ടാബ്ലറ്റിനെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ നമ്മൾ കഴിക്കുന്ന ഈ ടാബ്ലറ്റിൽ നിന്ന് നമുക്ക് സൈഡ് എഫക്റ്റ് ഉള്ള കാര്യം നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഈ ഗ്ലൂക്കോസിനെ ഒന്ന് കൺട്രോളിൽ എത്തിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഈ ഗ്ലൂക്കോസിനെ കൺട്രോളിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഈ ടാബ്ലറ്റ് നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം വൈറ്റമിൻസുകളാണ് കുറച്ചുകൊണ്ട് വരുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റ്ഫോർമിൻ ടാബ്ലറ്റ് നമ്മൾ കഴിക്കുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. അതിനുശേഷം വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, വൈറ്റമിൻ B12, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതായത് റെഗുലർ ആയിട്ടുള്ള ഈ ഉപയോഗം, നമ്മൾ ഡോക്ടർമാർ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ റെഗുലർ ആയിട്ട് ഈ ടാബ്ലറ്റ് ഉപയോഗിക്കണം, എന്നാലാണ് നിങ്ങൾക്ക് ഈ ഷുഗർ കൺട്രോൾ ലെവലിൽ എത്തിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. അതുപോലെ എക്സസൈസ്, അതുപോലെ ഫുഡിലുള്ള അവോയ്ഡ്നെസ്, അതായത് എല്ലാ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഗ്ലൂക്കോസ് അടങ്ങിയ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ വിടുന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ള ടാബ്ലറ്റ് കഴിച്ചു വരുമ്പോൾ അതിൽ നിന്നും നമ്മുടെ ബോഡിയിൽ നിന്നും നമ്മുടെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ നീം ക്യാപ്സൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സൈഡുകൾ നമ്മുടെ മെറ്റബോളിസത്തെ കൂടുതൽ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇനി എനിക്ക് പറയാനുള്ളത് ഗ്ലൂക്കോ ഹെൽത്ത് സപ്ലിമെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനകത്ത് തികച്ചും നാച്ചുറലായ പ്രൊഡക്റ്റുകളാണ് ഗ്ലൂക്കോ ഹെൽത്തിൽ അടങ്ങിയിരിക്കുന്നത്. വേങ്ങയാണ് ഒന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കറുവാപ്പട്ടയുണ്ട്, ടെർമറിക് ഉണ്ട്, ചതുകുപ്പയുണ്ട്, ടീ ലീവ്സ് ഉണ്ട്, ആംലയുണ്ട്. ഇത്രയും പ്രോഡക്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഗ്ലൂക്കോ ഹെൽത്ത് സപ്ലിമെന്റിൽ നമ്മളത്. അപ്പം നമ്മളൊന്ന് കേട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന്, ക്യാപ്സ്യൂളാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ കൺട്രോളിൽ ഇല്ലാതെ പോകുന്ന ഷുഗർ ഇപ്പൊ ഒരു 500 ml നിൽക്കുന്ന ലെവലിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ ഈ ഷുഗറിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് വരാൻ ഈ ഗ്ലൂക്കോ ഹെൽത്തിന് സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു സൈഡ് എഫക്റ്റും കൂടാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ നീമും ഈ ഗ്ലൂക്കോ ഹെൽത്തും ഒക്കെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി ഒരു നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെ ഈ നീമും അതുപോലെ തന്നെ ഗ്ലൂക്കോ ഹെൽത്തും മാത്രം നമ്മൾ കഴിച്ചോണ്ട് പോയാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡയബറ്റീസ് വന്ന ഒരു വ്യക്തിക്ക് നമുക്ക് ഗ്ലൂക്കോസ് ലെവലിന്റെ കൺട്രോൾ മാത്രമേ വരുള്ളൂ. അത് കുറച്ചു കാലത്തേക്ക് മാത്രമാണ് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഓർഗൻസിനെയൊക്കെ നമ്മൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം, നമുക്ക് ഡയബറ്റീസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കും നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തിയെയാണ്. ഇങ്ങനെ ഒരു കാഴ്ചശക്തിയെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ബ്രെയിനിനെ ബാധിക്കുന്നു, അതുപോലെ തന്നെ ഹാർട്ടിനെ ബാധിക്കുന്നു, അതുപോലെ തന്നെ കിഡ്നിയെ ബാധിക്കുന്നു, എല്ലുകളുടെ ബലത്തെ ബാധിക്കുന്നു, നെർവസിനെ ബാധിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിനെ കഴിഞ്ഞും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു രോഗമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അത് അതിന്റെ രീതിയിൽ നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻ സപ്ലിമെന്റോട് കൂടി നമ്മൾ ടാബ്ലറ്റുകളൊക്കെ നമ്മൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടാബ്ലറ്റിനെ ഉപേക്ഷിച്ചുകൊണ്ട് സപ്ലിമെന്റിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിനെ ചേഞ്ചസ് ആക്കി ഡയബറ്റീസിനെ മാറ്റി നിർത്താൻ സാധിക്കും എന്നുള്ള തെളിവോടുകൂടി വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ റിസൾട്ടുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഈ സപ്ലിമെന്റ് കുറിച്ച് പരിചയപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്കറിയാം, ഇപ്പം ഡയബറ്റീസ് വന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ കൊളസ്ട്രോൾ വന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ BP അങ്ങനെയുള്ള വന്നിരിക്കുന്ന ഒരു വ്യക്തി, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ടാബ്ലറ്റ് എടുക്കേണ്ട ഒരു രോഗമാണ് ഇതൊക്കെ. അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ടാബ്ലറ്റ് എടുക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാവോ? യൂറിനറി ട്രാക്ക് വരും. യൂറിനറി ട്രാക്ക് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാത്തത് കൊണ്ട് മാത്രമല്ല, ഇതുപോലെയുള്ള ടാബ്ലറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചീത്ത ബാക്ടീരിയയുടെ ഗ്രോത്ത് കൂടുതൽ നമ്മുടെ യൂറിനറി ട്രാക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ ഞാൻ അതിനൊരു അനുഭവസ്ഥയാണ്. അപ്പൊ എനിക്കറിയത്തില്ല, ഞാൻ ഈ ഷുഗറിന്റെ ലെവൽ ഇങ്ങനെ ഷുഗറിന്റെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ട്രാക്ക് എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഡോക്ടർമാരെ പോയി കണ്ടു. ഇങ്ങനെ അവര് എനിക്ക് ആന്റിബയോട്ടിക് സജസ്റ്റ് ചെയ്തു, ഞാനത് കഴിച്ചു. അത് കഴിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം പോലും കഴിക്കാൻ മേലാത്തൊരവസ്ഥയാണ്. കുറച്ച് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ എനിക്കത് വേണ്ട, പെട്ടെന്ന് വയറ് കമ്പിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഓരോ സൈഡ് എഫക്റ്റ് ആണ് എനിക്ക് ഈ ആന്റിബയോട്ടിക് ടാബ്ലറ്റ്. ഇപ്പൊ ആന്റിബയോട്ടിക് ടാബ്ലറ്റ് കഴിക്കുന്നവർക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും അങ്ങനെ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോഴുള്ള അസ്വസ്ഥതകളെ കുറിച്ച്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആന്റിബയോട്ടിക് ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ, നല്ല ബാക്ടീരിയ അതുപോലെ തന്നെ ചീത്ത ബാക്ടീരിയ ഒരുപോലെയാണ് നശിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദഹന പ്രക്രിയ അവിടെ നടക്കുന്നില്ല. അപ്പം നമ്മുടെ ബോഡിയിൽ അപ്പൊ ഗ്യാസ്ട്രൈറ്റിസിനൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കാൻ പാകത്തിനുള്ള H. പൈലോറി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ബാക്ടീരിയ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്കൊരു പാല് കുടിക്കുവാനോ മുട്ട കഴിക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല. അപ്പം ഇങ്ങനെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഈ ആന്റിബയോട്ടിക്കുകളുടെ അതിന്റെ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ഈ യൂറിനറി ട്രാക്ക് ട്രാക്ക് നമുക്ക് നിർത്താൻ സാധിക്കും. പക്ഷെ അടിക്കടി ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പൊ അടിക്കടിയുള്ള യൂറിനറി ട്രാക്ക് നമ്മുടെ കിഡ്നിയുടെ ഹെൽത്തിനെയാണ് ബാധിക്കുന്നത്.
അപ്പോൾ അതുപോലെയുള്ള ഈ ആന്റിബയോട്ടിക് ടാബ്ലറ്റിന്റെ ഓവറുള്ള ഉപയോഗങ്ങളും നമ്മുടെ കിഡ്നി ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ എന്തിനാണ് എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ചെയ്ത ഒരു രീതിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ചു സാറിന്റെ ഒരു ക്ലാസ് ഞാൻ കേൾക്കുകയുണ്ടായി. ക്രാൻബെറിയെ കുറിച്ചും അതുപോലെ കിഡ്നി ഹെൽത്തിനെ കുറിച്ചും അതിന്റെ കൂടെ സപ്പോർട്ടിനായിട്ട് കഴിക്കുന്ന ആംലയെ കുറിച്ചും ഒക്കെയുള്ള ഒരു ക്ലാസ് ഞാൻ സാറിനിൽ നിന്ന് കേൾക്കുകയുണ്ടായി. അപ്പൊ ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതായത് നമ്മുടെ ഈ ആന്റിബയോട്ടിക് ടാബ്ലറ്റ് ഉപേക്ഷിച്ചതിന് ശേഷം എനിക്ക് ഈ സപ്ലിമെന്റ് കൊണ്ട് എനിക്കിതൊന്ന് നേടാൻ സാധിക്കുമോ, എനിക്ക് ഈ യൂറിനറി ട്രാക്ട് ഒന്ന് മാറ്റാൻ സാധിക്കുമോ എന്ന് ഞാൻ പരീക്ഷിച്ചു നോക്കി. ഒരു 8 മാസം മുന്നം ഞാൻ ഇത് പരീക്ഷിച്ചു തുടങ്ങി. അതുവരെ എനിക്ക് ഒന്നിടവിട്ട്, അതായത് 1 മാസം 2 മാസം കൂടുമ്പോൾ എനിക്ക് ഈ ഡയബറ്റീസിന്റെ ഷുഗറിന്റെ ലെവലിന്റെ ഇത് കൂടിക്കൊണ്ട് വന്നിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ഇതുപോലെ ചീത്ത ബാക്ടീരിയയുടെ ഗ്രോത്ത് കൂടി എനിക്ക് യൂറിനറി ട്രാക്ക് വന്നുകൊണ്ടിരുന്നത്. ഒരു 8 മാസമായിട്ട് ഞാൻ ഈ സപ്ലിമെന്റുകൾ, അതായത് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. ഞാൻ ശരിക്കും പറഞ്ഞ ഓർഡർ ചെയ്തത് ക്രാൻബെറി ആയിരുന്നു. പക്ഷെ ക്രാൻബെറി അന്ന് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തത് കിഡ്നി ഹെൽത്ത് ആണ്. കിഡ്നി ഹെൽത്തും ക്രാൻബെറിയും ഒരേ സപ്പോർട്ടാണ് നമ്മുടെ ബോഡിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ കിഡ്നി ഹെൽത്തിനോടൊപ്പം വൈറ്റമിൻ സി ആംല അതും 2 ടാബ്ലറ്റും കൂടെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾക്കറിയാം, യൂറിനറി ട്രാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിന്റെ ലക്ഷണങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. എപ്പോഴും അതിനെ അടിക്കടി യൂറിൻ പോകാനുള്ള ഒരു ടെൻഡൻസി, അതുപോലെ തന്നെ വയറിന്റെ സൈഡിൽ ഒരു വലിച്ചിൽ പോലുള്ള ഒരു അവസ്ഥ, പിന്നെ അതുപോലെ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിൽ ബ്ലഡ് വരുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർക്കുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരു ലക്ഷണം നമ്മൾ കണ്ടുവരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഈ കിഡ്നി ഹെൽത്ത് അല്ലെങ്കിൽ ക്രാൻബെറി ഇത് എടുത്ത് ഉപയോഗിച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരു റിസൾട്ട് എനിക്ക് വന്ന ഒരു വ്യക്തിയാണ്. ഇത് കുറച്ചൊരു 8 മാസമായിട്ട് ഞാൻ ഈ യൂറിനറി ട്രാക്കിന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ആന്റിബയോട്ടിക് ടാബ്ലറ്റുകൾ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡയബറ്റീസ് പേഷ്യന്റ് ഒരു കാരണവശാലും നമ്മൾ ഇതിനെ ഗ്ലൂക്കോ ഹെൽത്തും നീമും അതുപോലെ തന്നെ ക്രാൻബെറി അല്ലെങ്കിൽ കിഡ്നി ഹെൽത്ത് ഈ ആംല ക്യാപ്സ്യൂളിനോടൊപ്പം കഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ക്രാൻബെറിയിലുള്ള ഗുണങ്ങളെ കുറിച്ച് നമുക്കറിയാം. എന്താണ് ഈ ക്രാൻബെറിയിൽ നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാം. ഇത് ഒരു നോർത്ത് ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ ഇലയും പഴവും മൂത്രാശയ സംബന്ധമായ ഇൻഫെക്ഷന് വേണ്ടിയും ലിവർ സംബന്ധമായ മുറിവുകൾ ഉണക്കുന്നതിന് വേണ്ടിയും സഹായകമാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ് ഡിമനോസ്. ഡിമനോസ് നമ്മൾ ഗ്ലൂക്കോസിന് പകരമായിട്ടുള്ള ഈ പഴത്തിൽ ഉള്ള ഒരു മധുരമാണ് കേട്ടോ. ഇതിലുള്ള ഈ സിട്രിക് ആസിഡ് ഡിമനോസ് നമ്മുടെ അണുബാധയാണ് തടയുന്നത്. മൂത്രസഞ്ചിയിലുള്ള അണുബാധയെ തടയുന്നു. അതുപോലെ മൂത്രക്കുഴലിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുവാനും സാധിക്കുന്നു. ഈ മൂത്രക്കുഴലിലൂടെ ചൊറിച്ചിൽ മാറ്റുവാനും അതുപോലെ ചർമ്മരോഗത്തെ തടയുവാനും ഒക്കെ സാധിക്കുകയാണ്. നമ്മുടെ യൗവനം നിലനിർത്താനും ഒക്കെ നമുക്ക് ക്രാൻബെറി നമുക്ക് സഹായകമാണ്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഈ മെറ്റ്ഫോർമിൻ ടാബ്ലറ്റ് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ സി ഉണ്ട്, ഇ ഉണ്ട്, കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഈ അവസ്ഥയിൽ ഈ ക്രാൻബെറിയിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ആന്റി ഓക്സിഡന്റ്, വൈറ്റമിൻ കെ, വൈറ്റമിൻ B6 എന്നിവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ നീമിൽ അടങ്ങിയതുപോലെ തന്നെ ഈ ക്രാൻബെറിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മുടെ ത്വക്ക് സംബന്ധമായ, അപ്പൊ ഞാൻ പറഞ്ഞു മെറ്റ്ഫോർമിൻ ടാബ്ലറ്റ് കഴിച്ചപ്പോൾ ഈ കണ്ണിന്റെ താഴെയുള്ള ഈ കുഴിവുകൾ, അതുപോലെ സ്കിന്നിന് വന്ന ഡാമേജുകൾ, ഇതൊക്കെ നികത്തുവാനും യൗവനം നിലനിർത്തുവാനും അതുപോലെ തന്നെ ആ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്നും നമുക്ക് ഗ്ലൂക്കോസിനെ അവോയ്ഡ് ചെയ്യുവാനും നമുക്ക് ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ക്രാൻബെറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ആംല. ദഹന പ്രക്രിയ പ്രോപ്പറായിട്ട് നടക്കുന്നത് കൊണ്ട് ഇപ്പം നമ്മൾ ഈ ബാക്ടീരിയയുടെ ആന്റിബയോട്ടിക് ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ദഹന പ്രക്രിയയിൽ നമുക്ക് നടക്കുന്നില്ല. കാരണം അവിടെ ഗുഡ് ബാക്ടീരിയ ചത്തുപോകുന്നത് കൊണ്ട് നമുക്ക് ഈ ദഹന പ്രക്രിയ നടക്കുന്നതിന് വേണ്ടി നമുക്കൊരു സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഈ ക്രാൻബെറിയോടൊപ്പം അല്ലെങ്കിൽ കിഡ്നി ഹെൽത്തിനോടൊപ്പം തന്നെ ഈ ആംല ഉപയോഗിക്കണം എന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്.
അപ്പൊ അങ്ങനെ സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏത് ഭക്ഷണം ആയിക്കോട്ടെ, ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്തെടുക്കാൻ നമുക്ക് ആംല ഒരു സപ്പോർട്ടാണ് നൽകുന്നത്. അപ്പൊ അതിലോട് അങ്ങനെ ഒരു സപ്പോർട്ട് വരുമ്പോൾ ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടക്കുമ്പോൾ നമ്മുടെ ചീത്ത ബാക്ടീരിയയുടെ ഗ്രോത്ത് നമുക്ക് അവിടെ തടയാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ക്രാൻബെറി നമ്മുടെ ബോഡിയിൽ നമുക്ക് വർക്കൗട്ട് ആവുകയാണ്. നമ്മുടെ യൂറിനറി ട്രാക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു ക്യാപ്സ്യൂൾ ആയിട്ടാണ് ഈ ക്രാൻബെറിയെ കണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു സപ്ലിമെന്റ് തന്നെയാണ് ക്രാൻബെറി. അപ്പൊ ലേഡീസിന് റിലേറ്റഡ് ആയിട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ മെനോപോക്ലിസ് വന്ന് വരുമ്പോഴുള്ള ആർത്തവ സമയം, വിരാമ സമയത്തുള്ള ആ ബുദ്ധിമുട്ടുകൾ, പിന്നെ മെൻസസ് സമയത്തുള്ള പ്രോബ്ലമുകൾ, ഇച്ചിങ്സ് ഒക്കെ വരുന്നുള്ള നമുക്കൊരു അവസ്ഥയിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ, അതായത് ഗർഭധാരണം നടക്കുന്ന സമയത്ത് നമുക്ക് ഒന്നിലധികം കാരിങ് ഒക്കെ നടന്നു കഴിയുമ്പം ഗർഭപാത്രത്തിന്റെ ഭിത്തി കുറച്ച് ലോ ആയിട്ട് സ്ട്രെങ്ത് കുറവായിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ക്രാൻബെറി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ലേഡീസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അത് പുരുഷന്മാരിലും അവരിലും യൂറിനറി ട്രാക്ക് തടയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് കിഡ്നി ഹെൽത്ത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. കിഡ്നി ഹെൽത്ത് എന്ന് പറയുന്ന സപ്ലിമെന്റ് പുരുഷന്മാർക്കും അതുപോലെ തന്നെ ലേഡീസിനും ഒരുപോലെ ഗുണം ചെയ്യുന്നത് സപ്ലിമെന്റ് ആണ്. അതായത് ക്രാൻബെറിയിൽ കിട്ടുന്ന അതേ ഗുണങ്ങളാണ് നമുക്ക് കിഡ്നി ഹെൽത്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ പുരുഷന്മാരെ, ഇപ്പൊ ലേഡീസിന്റെ കാര്യം പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ട. അപ്പൊ പുരുഷന്മാർക്ക് യൂറിനറി ട്രാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പോസ്ട്രേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. അപ്പൊ മൂത്രസഞ്ചിയുടെ അടിയിൽ ഒരു നാരങ്ങയുടെ രൂപത്തിലോ അതോ ഒരു ഓറഞ്ചിന്റെ ഒക്കെ വലിപ്പത്തില് ഒക്കെ, ഇതിന്റെ നാരങ്ങയുടെ വലിപ്പത്തിൽ ഒരു ഓറഞ്ചിന്റെ വലിപ്പത്തിലോ കണ്ടുവരുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ പോസ്ട്രേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പൊ ഈ പോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ ഒരു 40-50 വയസ്സിന്റെ മേലോട്ട് പ്രായത്തിൽ എത്തുമ്പോൾ ഈ ഗ്രന്ഥിക്ക് വീക്കം വരുന്നു. അപ്പൊ ഈ ഗ്രന്ഥിയുടെ ഉള്ളിലൂടെയാണ് ഈ മൂത്രനാളി പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ മൂത്രനാളി അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ പോസ്ട്രേറ്റ് ഗ്രന്ഥി വീങ്ങിയിരിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? യൂറിൻ പാസ് ചെയ്യാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടി ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു PSA ടെസ്റ്റ് എടുക്കുന്നു. അപ്പൊ ആ ടെസ്റ്റിൽ എടുത്തതിന് ശേഷം ഇങ്ങനെ ആന്റിബയോട്ടിക് തന്ന് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഡോക്ടർ അതിന് നമുക്ക് സജസ്റ്റ് ചെയ്യും, ആന്റിബയോട്ടിക് തരും. അപ്പൊ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ദഹന പ്രക്രിയ നടക്കുന്നില്ല, നമുക്ക് ഭയങ്കര വിളർച്ച, ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അനുഭവിച്ചവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ആന്റിബയോട്ടിക് കഴിച്ച് നമുക്ക് മാറ്റപ്പെടാൻ, അത് പൂർണ്ണമായിട്ട് നമുക്ക് അതിനെ മാറ്റാൻ സാധിക്കുന്നില്ലെന്ന് നമുക്ക് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു സപ്ലിമെന്റ്, അതായത് ഒരു ടെസ്റ്റ് എടുത്തപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഈ പുരുഷന്മാര് അധികം വെള്ളം കുടിക്കാത്ത ഒരു ആൾക്കാരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അവർ ഈ ജോലിക്ക് പോകുമ്പോൾ ഈ 2-3 ലിറ്റർ വെള്ളമൊന്നും എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ 1 ലിറ്ററൊക്കെ എടുത്തോണ്ട് പോയെന്നിരിക്കാം, അത് ഫുള്ള് കുടിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് അവർ ആയിട്ടുണ്ടായിരിക്കുന്നില്ലെന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എൻ്റെ സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു വെള്ളത്തിന്റെ ഒരു അഭാവം, അതായത് നിങ്ങൾ 1 ലിറ്റർ വെള്ളമാണെങ്കിലും ഒരു 1.5 ലിറ്റർ വെള്ളമാണെങ്കിലും കുടിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ഡ്രൈവറിന്റെ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കിഡ്നി ഹെൽത്ത്, അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ആംലയോടൊപ്പം നിങ്ങൾ രാവിലെ ഫുഡിന് ശേഷം ഒരു ക്യാപ്സ്യൂൾ കഴിച്ചിട്ട് നിങ്ങളൊന്ന് പോയി നോക്കിക്കേ. നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു യൂറിനറി ട്രാക്ക് ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ലെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒട്ടും ഇതാക്കണ്ട. ഞാൻ കിഡ്നി ഹെൽത്ത് കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ യൂറിനറി ട്രാക്കിൽ നിന്നും രക്ഷപ്പെട്ട് വന്ന ഒരാളാണ്. ഞാനിപ്പം ആന്റിബയോട്ടിക് ടാബ്ലറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ്ഫോർമിന്റെ അളവ് തീരെ കുറച്ചു. എനിക്ക് രാവിലെ 1 ഡോസ്, വൈകുന്നേരം 1 ഡോസ് ആയിരുന്നു എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ മെറ്റ്ഫോർമിൻ ഒരു തീരെ ചെറിയ ഒരു അളവില് ഞാൻ കഴിക്കുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് എൻ്റെ ബോഡിയിൽ നഷ്ടപ്പെട്ടു എല്ലാ വൈറ്റമിൻസും മിനറൽസും ഈ സപ്ലിമെന്റിലൂടെ എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടൊരു നല്ലൊരു ലൈഫിൽ എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം എനിക്ക്
തന്നു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം, എനിക്ക് ഒരു ഹെൽത്ത്, നല്ലൊരു ഹെൽത്ത് വേണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് അത് ഈ ഒരു അവസരത്തിൽ എനിക്ക് സാധിച്ചെടുക്കാൻ, നമ്മുടെ ഈ വിന്നിംഗ് ടീമിനോടൊപ്പം നിന്ന് ഞാൻ ഗ്രൂപ്പിലേക്ക് വന്ന് എല്ലാവരുടെയും സപ്പോർട്ടിന്റെ ഫലമായിട്ടും ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഫലം, മീറ്റിംഗിന്റെ ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒത്തിരിയേറെ മാറ്റങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. അതുപോലെ എൻ്റെ കുടുംബത്തിന് സാധിച്ചു. അപ്പോൾ ഞാൻ സപ്ലിമെന്റിനെ കുറിച്ചും അതുപോലെയുള്ള എല്ലാ ഡീറ്റെയിൽസ്, ഇപ്പൊ ഒരു മെറ്റ്ഫോർമിൻ ടാബ്ലറ്റ് എടുക്കുന്ന ഒരു വ്യക്തി നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്ലിമെന്റ് ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഒരു സപ്ലിമെന്റ് ഇതുപോലെ തന്നെ ഗ്ലൂക്കോ ഹെൽത്ത് നീം മാത്രമല്ല, നമ്മൾ യൂറിനറി ട്രാക്ക് ഡയബറ്റീസ് പേഷ്യന്റിന് ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന്റെ ഫലമായിട്ട് ഈ ഡയബറ്റീസ് മാത്രമല്ല, അതുപോലെ തന്നെ BP, കൊളസ്ട്രോൾ അങ്ങനെയുള്ള എല്ലാ ടാബ്ലറ്റുകളും എടുക്കുന്ന വ്യക്തികൾ ഈ യൂറിനറി ട്രാക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ കിഡ്നി ഹെൽത്ത് അതിന്റെ കൂടെ ആംല സജസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ ആംലയും ഈ കിഡ്നി ഹെൽത്തും നിങ്ങൾ ഉപയോഗിച്ച് ഓരോ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഒരു യൂറിനറി ട്രാക്ക് വരത്തില്ല. ഒരു പോസ്ട്രേറ്റ് ഗ്രന്ഥി ഒരു വീങ്ങി അത് പോസ്ട്രേറ്റ് ഗ്രന്ഥി ക്യാൻസറിലേക്ക് പോകാനോ നമ്മുടെ കിഡ്നി ഫെയിലിയറിലേക്ക് പോകാനോ ഒന്നും നമുക്ക് നമ്മുടെ സപ്ലിമെന്റ് വിടത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിന്റെ എല്ലാ ഗുണങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ കമ്പനി നമുക്ക് ഒരു ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്നറിയോ, കമ്പനിയിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് ഒരു പരസ്യക്കാരില്ല. സത്യം പറഞ്ഞാൽ ആ പരസ്യക്കാർ നമ്മൾ തന്നെയാണ് ആകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് 100% ജെന്യുവിൻ ആയിട്ടുള്ള വെൽനസ് പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ ഹെൽത്ത് പ്രൊഡക്റ്റുകളും നമുക്ക് നമ്മുടെ കമ്പനി നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ കർത്തവ്യം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഓരോ വ്യക്തിയും അതിന്റെ കർത്തവ്യം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം ഒരു PV കയറുന്നതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നവരാകരുത്. ഒരു ബിസിനസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഒരു എക്സ്ട്രാ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു PV കയറ്റിക്കൊണ്ട് വന്ന് ആൾക്കാരെ ജോയിൻ ആക്കിക്കൊണ്ട് അതിന് മാത്രം നമ്മൾ മുൻഗണന കൊടുക്കരുത്. കാരണം നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ ഒത്തിരി പേരെ നമ്മൾ അറിയുന്നുണ്ടായിരിക്കാം. അതായത് നമ്മൾ അവരെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്ത് അതിന്റെ ഉപയോഗം നമ്മൾ എന്താണെന്ന് നമ്മളത് മനസ്സിലാക്കി, അതിന്റെ റിസൾട്ട് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറിയപ്പെടുന്ന എല്ലാ വ്യക്തികളുമായിട്ടും ഈ ഒരു റിസൾട്ട്, നമുക്ക് കിട്ടിയ റിസൾട്ടിനെ നമ്മൾ ഷെയർ ചെയ്യാൻ നമ്മൾ താല്പര്യം കാണിക്കണം. നമ്മൾ ഷെയർ ചെയ്യുന്നവരാണ്. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ മാത്രം ഷെയർ ചെയ്താൽ പോരാ, നമ്മൾ ചുറ്റുപാടിൽ നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നോ അവിടെ ഉള്ളവരുമായിട്ട് നമ്മൾ ഈ ഒരു നമ്മൾക്ക് കിട്ടിയ ഒരു റിസൾട്ടിനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക്, എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ഒരു ക്രാൻബെറി ഒക്കെ ഉപയോഗിച്ച് എനിക്ക് ഇതുപോലെ ആന്റിബയോട്ടിക് ടാബ്ലറ്റുകളൊക്കെ നിർത്തിയതിന്റെ ഒരു ഗുണങ്ങൾ എൻ്റെ കൂടെ സഹപ്രവർത്തകർക്കൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തു, പറഞ്ഞു കൊടുത്തു, സജസ്റ്റ് ചെയ്തു. ദയവേത് നിങ്ങൾ ആന്റിബയോട്ടിക് കഴിക്കരുത്. നിങ്ങൾ ഈ സപ്ലിമെന്റ് ഒരു ദിവസം കഴിച്ചു നോക്കി, ഒരു 1.5 ലിറ്റർ നിങ്ങളുടെ വെയിറ്റിനനുസരിച്ച് നിങ്ങൾ ഒരു 30-40 കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തി ഒരു 1.5 ലിറ്റർ 2 ലിറ്റർ വെള്ളം ഈ ക്യാപ്സൂൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കുടിക്കുക. അപ്പൊ അതിന്റെ മേലെ വെയിറ്റ് ഉള്ള ഒരു 3-3.5 ലിറ്റർ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് മനസ്സിലാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ കസ്റ്റമർ നമുക്ക് അടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തന്നെ ഒരു 2-3-4 കസ്റ്റമറിനെ എനിക്ക് ഇങ്ങനെ ഈ ക്രാൻബെറി, കിഡ്നി ഹെൽത്ത് ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് എനിക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചതിന്റെ ഫലമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു കസ്റ്റമറിനെ ആയിട്ട് എനിക്ക് കിട്ടാൻ സാധിച്ചത്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്. നിങ്ങൾ ഏത് ചുറ്റുപാടിലാണെങ്കിൽ തന്നെയും, ഇപ്പൊ നിങ്ങൾ ഡയബറ്റീസിനോ ഏതെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സപ്ലിമെന്റിനെ ഉപേക്ഷിക്കാതെ സപ്ലിമെന്റ് കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഏത് രോഗമാണെങ്കിൽ തന്നെ അതിനെ ഇംപ്രൂവ്മെന്റ്, അതിൽ നിന്ന് മോചനം നേടി നമ്മുടെ ബോഡിയിലുള്ള എല്ലാ വൈറ്റമിൻസിനോട് കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഒരു നല്ലൊരു അവസരം
നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. അതിന് നമ്മൾ കടമപ്പെട്ടവരാണ്. നമുക്ക് കമ്പനി തന്നിരിക്കുന്ന ഒരു കർത്തവ്യം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും നല്ലൊരു ജീവിതം, അതായത് ഒരു എക്സ്ട്രാ വരുമാനം, നമ്മുടെയൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. നല്ലൊരു ആരോഗ്യത്തോടു കൂടി നമുക്ക് ഒരു എക്സ്ട്രാ വരുമാനം നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എനിക്ക് ഈ ഒരു ബിഗ് പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് എൻ്റെ ഈ അനുഭവങ്ങളും ഈ ഡയബറ്റീസിനെ കുറിച്ചൊക്കെ നിങ്ങളുമായിട്ട് ഒരു സെഷൻ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് പങ്കുവെക്കാൻ സാധിക്കുക അവസരം തന്ന എൻ്റെ പിന്നെ ഷാജി സാറിനും അതുപോലെ ഭീമ മാമിനും ആദ്യം പറഞ്ഞതുപോലെ തന്നെ മനോജ് സാറിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ ഡൗൺലൈൻസ് അപ്ലൈൻസ് ഒക്കെ എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് കേട്ടോ. അവർക്കൊക്കെ നല്ലൊരു സ്നേഹമാണ് എന്നോട്. അപ്പൊ അത് ഇങ്ങനെയുള്ള ഈ ഒരു വ്യക്തിക്ക് മാത്രം നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലൂടെയാണ് നമുക്കൊരു എനർജി കിട്ടുന്നത്. എനർജി കിട്ടുന്നതിനനുസരിച്ച് അതിലും കൂടുതൽ എനർജിയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടുന്ന ഒരു എനർജി. അപ്പോൾ അതിനോടുകൂടി നമ്മൾ എല്ലാവർക്കും നല്ലൊരു ജീവിതം, നല്ലൊരു ലൈഫ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഓൾ. വിഷ് യു വെൽത്ത്. താങ്ക് യു മാം. താങ്ക് യു. ഇന്ന് ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് MC ചെയ്യേണ്ടിയിരുന്ന കണ്ണൻകുട്ടി സാറിന് ചെറിയ നെറ്റ് പ്രോബ്ലം വന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് MC സ്വന്തമായി പരിചയപ്പെടുത്തി സെക്ഷനിലേക്ക് കടക്കുകയും അത് വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത നമ്മുടെ ജോമോൾ മാഡത്തിന് വളരെയധികം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ മാഡത്തിനുള്ള നന്ദി നമുക്ക് എല്ലാവർക്കും ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാം. താങ്ക്. അതുപോലെ തന്നെ ഇന്ന് റിവ്യൂ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഉത്തമൻ സാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉത്തമൻ സാറിനെ ഈ സെഷനിൽ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി വെൽക്കം ഉത്തമൻ സാർ. ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കറിയാം ജോമോൾ മാഡം വളരെ വിശദമായിട്ട് തന്നെ നമ്മളുടെ ഇന്ന് നിലവിൽ നമ്മൾ മിക്ക ആളുകളും അനുഭവിക്കുന്ന ഷുഗർ രോഗത്തെ പറ്റി വളരെ വിശദമായി പറഞ്ഞു തന്നു അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് വെച്ച് 1-ാം സ്ഥാനം ഇന്ത്യക്കാണ്. ആ ഇന്ത്യയിൽ 1-ാം സ്ഥാനം മറ്റാർക്കും തന്നെ കൊടുക്കാതെ ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് അഹങ്കരിക്കുന്ന മലയാളികളായ നമ്മൾ തന്നെ അത് നേടിയെടുത്തതെന്നതാണ് സത്യം. അപ്പോൾ എന്താണ് ഷുഗർ? ഇത് ജോമോൾ മാഡം വളരെ വിശദമായിട്ട് അതിൻ്റെ പ്രൊഡക്റ്റും അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ പ്രൊഡക്റ്റും പിന്നെ നിലവിലുള്ള അലോപ്പതി ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ സൈഡ് എഫക്റ്റുകളും ഒക്കെ പറഞ്ഞു തന്നു. എങ്കിലും 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ഈ എന്താണ് ഷുഗർ? ശരിക്കും നമുക്ക് അറിയണ്ടേ എന്താണ് ഷുഗർ? ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതിനാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മൂത്രത്തിൽ കൂടി മാത്രമേ ശരീരത്തിന് പുറത്ത് തള്ളാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മൂത്രം നമുക്ക് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി കൂടെ മൂത്രം ഒഴിക്കുമ്പോൾ നിർജ്ജലീകരണം സംഭവിക്കുന്നു. അതോടൊപ്പം ദാഹം കൂടുന്നു, വിശപ്പ് കൂടുന്നു. മാത്രമല്ല കൂടുതൽ മൂത്രം പോകുന്നത് കൊണ്ട് വെയിറ്റും കുറയുന്നു. ബ്ലഡ് ഷുഗർ 250 മുകളിലായി പ്രതിരോധ ശേഷിയും കുറയും. അതായത് ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതൽ. അത് ജോമോൾ മാഡം പ്രത്യേകം എടുത്തു പറഞ്ഞു. യൂറിൻ ഇൻഫെക്ഷനൊക്കെ കൂടുതൽ ഈ ഷുഗർ രോഗികൾക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ മൂത്രത്തിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നതും ഈ ഒരു നമ്മുടെ ഇമ്മ്യൂണിറ്റി താഴോട്ട് പോകുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ ഇതുകൊണ്ടാണ് ഈ പ്രമേഹത്തിൽ പ്രധാന 3 ലക്ഷണങ്ങൾ ഗോൾഡൻ ട്രയാഡ് എന്ന് പറയുന്നത്. ഗോൾഡൻ ട്രയാഡ് എന്ന് പറഞ്ഞാൽ പ്രധാന 3 ലക്ഷണം: അമിതമായ വിശപ്പ്, അമിതമായ ദാഹം, അമിതമായ മൂത്രമൊഴിക്കൽ. ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമുക്കിപ്പോൾ ഒരാൾക്ക് ഷുഗർ രോഗം എന്ന് അറിയപ്പെട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ കൂടുതലും കൊടുക്കുന്നത് മെറ്റ്ഫോമിൻ ആണ്. അത് ജോമോൾ മാഡം പറഞ്ഞു. നമ്മൾ ആദ്യം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടർ ഒന്നാണെങ്കിൽ ഒരു ടാബ്ലറ്റ്സ് നമുക്ക് എഴുതി തരും. അപ്പോൾ കുറച്ച് ദിവസം അത് കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെയും ഡോക്ടറെ അടുത്ത് പോകും. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയും, ഇനി ഒന്നും കൂടി കൂട്ടാം, നിങ്ങൾക്ക് 2 എണ്ണം കഴിക്കാം. ഇങ്ങനെ നമ്മൾ നിരന്തരം നമ്മൾ ഈ ഒരു ഷുഗർ രോഗം, ജീവിതശൈലി രോഗമായ ഷുഗർ രോഗവും കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ
എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർ ഇങ്ങനെ ടാബ്ലറ്റ്സ് കൂട്ടി കൂട്ടി എഴുതും. നമ്മുടെ ഓരോ അവയവങ്ങളും പണിമുടക്കലും തുടങ്ങും. കാരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം, ഏറ്റവും കൂടുതൽ ഷുഗർ രോഗം വന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഒന്ന് കിഡ്നി ഫെയിലർ വരാം, ഹാർട്ട് ഫെയിലർ വരാം, പിന്നെ നമ്മുടെ നെർവുകളൊക്കെ നശിച്ച് നമുക്ക് കണ്ണിന്റെ കാഴ്ചകൾ പോകുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ സൈഡ് എഫക്റ്റ് ആണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് വെൽനസ്സിൽ നമ്മളുടെ പ്രൊഡക്റ്റുകൾ, അത് ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയും ജോമോൾ മാഡം എടുത്തു പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ ഈ ഒരു വെൽനസ്സിലുണ്ട്. അതുപോലെ പിന്നെ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ഷുഗർ അല്ലെ അഥവാ പ്രമേഹം എന്ന് പറയുന്നത് 2 പേരിലായിരുന്നു അറിയപ്പെടുന്നത്. ഒന്ന് ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ഇന്ന് മൂന്നാമതൊരു പിന്നെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഷുഗറും കൂടി വന്നിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ പ്രീ ഡയബറ്റിക് എന്ന പേരിലും പ്രമേഹം ഇന്ന് അറിയപ്പെടാൻ തുടങ്ങി. അതായത് പ്രമേഹം ഇപ്പൊ ഒരു തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്തേക്കുള്ള ബസ് കയറി, പക്ഷെ തിരുവനന്തപുരത്ത് എത്തിയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എത്തിയില്ല, അങ്ങോട്ടേക്കുള്ള വഴിയിലാണ്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയുമെങ്കിലും പക്ഷെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇതിനെയാണ് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് സ്റ്റേജ് കാണപ്പെടുന്നത് മിക്കവാറും കുട്ടികളിലും കൗമാരക്കാരിലുമാണ്. നമുക്കറിയാം, ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്നത് ഇൻസുലിൻ എന്ന ഹോർമോൺ ആണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ബീറ്റാ കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്തരം പ്രമേഹം ടൈപ്പ് 1 രോഗികളിൽ ബീറ്റാ കോശങ്ങൾ നശിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്നതാണ്. രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുമ്പോൾ ശരീരം തന്നെ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുകയും അതിനെ കൺട്രോളും ചെയ്യുന്നതാണ്. പക്ഷെ ടൈപ്പ് 1 ഈ ഒരു നമ്മുടെ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. പിന്നെ രോഗികളിൽ ടൈപ്പ് 1 രോഗികളിൽ ഇത്തരം പ്രവർത്തനം നടക്കാതെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിലേക്ക് പോകും. അതായത് നമ്മുടെ ശരീരം തന്നെ നമ്മോട് തന്നെ യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതേസമയത്ത് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത് നിരന്തരമായ സ്ട്രെസ് കൊണ്ടോ അല്ലെങ്കിൽ ജീവിതശൈലി കൊണ്ടോ തടി കൂടിയത് കൊണ്ടോ ഭക്ഷണ രീതി കൊണ്ടോ ഉറക്കക്കുറവ് കൊണ്ടോ ഇതൊക്കെ കൊണ്ടാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത് വരുന്നത്. അത് വിശദമായിട്ട് ജോമോൾ മാഡം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് മിക്ക അസുഖങ്ങളും ഇന്ന് ഉണ്ടാകുന്ന പല ഓമന പേരിൽ അറിയപ്പെടുന്നത് വലുതും ചെറുതുമായ അസുഖങ്ങൾ നമുക്ക് ഇന്ന് വരുന്നത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തേക്ക് ഏറ്റവും വലിയ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് തന്നെയാണ്, അവനവന്റെ തലച്ചോറാണ്. കാരണം നമ്മളുടെ ശരീരത്തിൽ എന്തിനെങ്കിലും പോഷകങ്ങളുടെ അഭാവം കൊണ്ടാണ് നമ്മൾ രോഗം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണോ അഭാവം, പോഷകങ്ങൾ കുറവ്, ആ പോഷകങ്ങൾ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനറിയാം അത് എന്ത് ക്ലിയർ ചെയ്യണമെന്നുള്ളത്. ഇന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടറെക്കാട്ടും അവനവന്റെ ശരീരത്തിലുള്ള തലച്ചോറാണ് ഏറ്റവും വലിയ ഡോക്ടർ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏറ്റവും നല്ല ഫുഡ് സപ്ലിമെന്റ് ഉള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിന് നമ്മൾ എല്ലാവരോടും ദൈവത്തോട് നന്ദി പറയാം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ വെസ്റ്റീജ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ ഒരു ബിസിനസ് അല്ലാണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുകയാണെങ്കിൽ ഇന്ന് മിക്ക ആശുപത്രികളും പൂട്ടേണ്ടി വരും. കാരണം നമുക്കറിയാം, നമ്മുടെ പരിസരത്തുള്ള ആശുപത്രികൾ എത്ര തന്നെ ചെറുത് ആദ്യം വന്നാലും പിന്നീട് അത് 1ാം നില 2ാം നില 3ാം നില അങ്ങനെ നല്ലൊരു ബിസിനസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുവരെ ഒരു ആശുപത്രി തുടങ്ങിയ ആളാരും പൂട്ടിപ്പോയിട്ടില്ല. കാരണം എന്തുകൊണ്ടാ? ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തും രോഗികളുണ്ട്. കാരണം ഇന്ന് നമുക്ക് ഭക്ഷണത്തിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ കിട്ടാത്തത് കൊണ്ട് നമ്മളൊക്കെ ഇന്ന് രോഗികളായി മാറുകയാണ്. അതൊരു വലിയൊരു നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അറിവുണ്ടെന്ന് അവകാശപ്പെടുന്ന മലയാളികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മരുന്ന് കഴിക്കാനാണ്. കാരണം എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുക്ക പോവുക. ഡോക്ടറെ അടുക്ക പോയി കഴിഞ്ഞാൽ ഒരു അസുഖം കൊണ്ട് നമ്മൾ ഡോക്ടറെ അടുക്ക പോയാൽ മതി, പക്ഷെ പിന്നെ അവരാക്കിക്കോളൂ എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ ഒരു ചിന്താഗതി നമ്മൾ മാറ്റണം. തീർച്ചയായിട്ടും നമ്മുടെ വെൽനസ്സിൽ നമ്മൾ കുറച്ച് ആളുകൾ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമ്മൾ വന്നത് കൊണ്ട് തന്നെ നമ്മളോട് നിരന്തരം ഇങ്ങനെ ആളുകളോട് പരിചയപ്പെടുത്തുന്നുണ്ട്. കുറെ ആളുകൾക്ക് അതൊരു മാറ്റം വന്നിട്ടുണ്ട്.
അത് വലിയൊരു എന്താ പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മളോട് ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ വെൽനസ് യുഗമാണെന്ന് പറയാൻ കാരണം ആളുകൾ ഇന്ന് ചെറുപ്പക്കാരൊക്കെ ശരീരത്തിന്റെ ഒരു സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഈ ജിമ്മിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു നല്ലൊരു എന്താ പറയണ്ടത് ഒരു തുടക്കത്തിൻ്റെതാണ്. ഇനി അങ്ങോട്ട് ആളുകളൊക്കെ ഈ ഒരു നല്ലൊരു ചിന്തയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പഴയ ആൾക്കാർ പറയും ഇതൊന്നും എന്തിനാപ്പാ, എന്നാ പിന്നെ ഭക്ഷണം നമ്മൾ ഈ സപ്ലിമെന്റിനെ കുറിച്ച് പറയുമ്പോൾ എന്നാ പിന്നെ ഭക്ഷണം കഴിക്കണ്ടാലോ, സപ്ലിമെന്റ് കഴിച്ചാൽ പോരെന്ന്. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. കാരണം പണ്ടുള്ള ആളുകൾക്കൊക്കെ കിട്ടുന്ന ഭക്ഷണത്തിലൊക്കെ പോഷകങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പോഷകങ്ങളുടെ അഭാവക്കുറവ് കൊണ്ടാണ് ഇന്ന് മിക്ക ആളുകൾക്ക് രോഗങ്ങൾ വരുന്നത്. പണ്ടില് പറഞ്ഞ ആൾക്കാരുണ്ട്, ഒരു കിണ്ണം എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലേറ്റിൽ ചോറ് തിന്നിരുന്നു. അന്ന് നമ്മുടെ മുത്തശ്ശന്മാർക്കൊന്നും ആർക്കും ഈ പറഞ്ഞ ഷുഗറൊന്നും ഉണ്ടായിട്ടില്ല. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, വരാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ പണ്ടുള്ള ആൾക്കാർ എത്ര ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ചോറിൻ്റെ അകത്ത് അതിൻ്റെ തവിട് ഉണ്ടായിരുന്നു. തവിട് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഇന്ന് കിട്ടുന്ന പോലത്തെ നല്ല വെള്ള അരികളായിരുന്നില്ല പണ്ട് കാലത്ത് കിട്ടിയിരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു പക്ഷേ നെല്ല് കുത്തുന്ന പരിപാടി അല്ലെങ്കിൽ മില്ലിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും അതിന് തോടെല്ലാം ഒന്നും പോകില്ല. നമുക്കറിയാം ഇന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു പ്രൊഡക്റ്റാണ് റൈസ് ബ്രെയിൻ ഓയിൽ അല്ലേ. എന്തുകൊണ്ട്? അത് മിക്ക ആളുകൾക്കും കൊളസ്ട്രോളിലായിക്കോട്ടെ ഷുഗർ രോഗികൾക്കായിക്കോട്ടെ നമുക്ക് അതിൽ നിന്ന് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ള ആൾക്കാർക്ക് ഷുഗർ ഇല്ലാത്തത്. കാരണം നമ്മൾ ആരോടും പറയുമ്പോൾ പണ്ട് ഷുഗർ ഇല്ല ഇന്ന് ഷുഗർ ഉണ്ട് എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്, നമുക്കുള്ള പോഷകങ്ങളുടെ കുറവ് കൊണ്ടാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ വെൽനെസ്സിനെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും നമ്മൾ എല്ലാവരും ചിലപ്പോൾ ഇത് ബിസിനസ്സിൽ വരണമെന്നില്ല. ഞാൻ പറയാറുണ്ട്, നമ്മുടെ വെൽനെസ്സിൽ വന്നിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആർക്കെങ്കിലും ഒരു ഷുഗർ രോഗം വരികയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ വരികയാണെങ്കിൽ ഒരു പക്ഷേ അതിന്റെ കാരണക്കാർ നമ്മളും കൂടിയാണ്. കാരണം എന്തുകൊണ്ടാ പറയാൻ കാരണം, നമ്മൾ അത് അവരോട് പറഞ്ഞു കൊടുക്കണം. ഇന്നേ അസുഖങ്ങൾക്ക് വരാനുള്ള ഒരു കാരണം പ്രത്യേകിച്ചിട്ട് ഇന്നേ പോഷകങ്ങളുടെ കുറവ് കൊണ്ടാണ്, നമ്മൾ അത് ശരീരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാണ് നമ്മൾ പറയണം. കാരണം ഒരുപക്ഷെ നമ്മളിത് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ തമാശ ആൾക്കാർ ഉണ്ടാവും. ഞാനൊക്കെ ഈ ഒരു വെൽനസ് ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഉടനെ എൻ്റെ പരിസരത്തുള്ള ആൾക്കാരൊക്കെ പിന്നെ പണ്ടൊക്കെ നമ്മളെ ഇവിടെയൊക്കെ ഒരു ലാടവൈദ്യം എന്ന് പറയുന്ന ആൾക്കാർ ഇറങ്ങിയിരുന്നു, തലയിൽ കെട്ടലിച്ചിട്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഉത്തമൻ എന്തോ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ഒരു ലാടവൈദ്യരുടെ പരിപാടിയൊക്കെ എന്ന്. അപ്പം ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഈ ജനങ്ങളൊക്കെ ഇത് മനസ്സിലാക്കും. കാരണം എന്തൊരു നല്ല കാര്യത്തിനും ഒരു നെഗറ്റീവ് വശങ്ങൾ കൂടുതൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടു. അങ്ങനെ ആളുകൾ പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ എൻ്റെ ഈ ഒരു നമുക്ക് ദൈവം തന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വെൽനസ്സിൽ വെസ്റ്റീജ് എന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ പരിസരത്തുള്ള ഒരുപാട് ആളുകൾക്ക് ഏത് ജീവിതശൈലി രോഗങ്ങളായിക്കോട്ടെ അതിനെപ്പറ്റി മനസ്സിലാക്കുകയും നമ്മുടെ പ്രൊഡക്റ്റുകൾ കൊടുക്കുകയും ചെയ്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ആ സന്തോഷം നമുക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇതിന്റെ ഒരു പ്രത്യേകതയും. കാരണം നമ്മൾ ആരും ഡോക്ടർമാരല്ല അല്ലേ. നമ്മൾ ഈ MBBS ഇങ്ങനെ പോയിട്ട് ഒരു 4 വർഷത്തെ കോഴ്സ് ഒന്നും പോയി പഠിച്ചിട്ടല്ല. ഇതിൽ നമ്മൾ നമ്മളെ ഒരു വെൽനസിന്റെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നു. നമ്മൾ അതിൽ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചിട്ട് ഞാൻ എല്ലാവരോടും ഇതിൽ പറയുന്നത്, നമ്മൾ കുറച്ച് പ്രൊഡക്റ്റുകൾ നമുക്ക് കുറച്ച് നല്ല മാക്സിമം പ്രൊഡക്റ്റുകൾക്ക് നമുക്ക് കിട്ടാവുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. കാരണം നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് മറ്റൊരാളോട് അത് പറയാനുള്ള കോൺഫിഡൻറ്റ് കിട്ടുക. അല്ലെങ്കിൽ നമ്മളോട് ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത്, നമ്മൾ ആർക്കെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഷുഗറിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രൊഡക്റ്റുകൾ ജോമോൾ മാഡം പരിചയപ്പെടുത്തി കഴിഞ്ഞു. ആ ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കെങ്കിലും കൊടുത്തതിന് ശേഷം അവർ നമ്മളോട് പറയുകയാണ്, ഇന്നേ പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ എനിക്ക് ഇന്നേ പ്രശ്നമുണ്ടെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും പറയുമ്പോൾ, അയ്യോ ഞാനത് കഴിച്ചിട്ടില്ല, അത് ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു നമ്മുടെ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ മാക്സിമം ഞാനൊക്കെ എൻ്റെ വീട്ടിൽ വന്ന ആളുകൾക്ക് മിക്ക ആളുകളും മനോജ് സാറിന് അധികം എൻ്റെ വീട്ടിൽ ജിമ്മ മാഡം ഒക്കെ വരുമ്പോൾ അറിയാം, എൻ്റെ ഇവിടെ ഇതൊരു ODCC ആണ് എങ്കിൽ പോലും എൻ്റെ അടുക്കള ഭാഗത്ത് ഞാൻ ഈ കിച്ചണിൽ പ്രത്യേക ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ വെച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ഫാമിലി അത് എന്നാൽ കുട്ടികളടക്കം കഴിക്കുന്നുണ്ട്. ഇതിനടുത്ത് DLCPയിൽ വെച്ചിട്ട് നമ്മളൊരു കൂട്ടുകാരനുമായിട്ട് എൻ്റെ മക്കൾ സംസാരിക്കുമ്പോൾ, അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ കഴിക്കുന്ന പ്രൊഡക്റ്റ് ഒരു 3-5 പ്രൊഡക്റ്റ്. ഞാൻ പറഞ്ഞു എൻ്റെ മക്കളോടൊന്ന് ചോദിച്ചു നോക്കിയാട്ടെ ഏതൊക്കെ പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ കൂട്ടുകാരൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ മക്കൾ കഴിക്കുന്നത് ഏകദേശം ഒരു 10ന് മുകളിൽ പ്രൊഡക്റ്റുകൾ എൻ്റെ മക്കൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ കുറേ ആളുകളോടൊക്കെ പറയാനുള്ളത്, മിക്ക ആളുകളും ചില ആൾക്കാർ ഈ പ്രൊഡക്റ്റ് കഴിക്കുന്നില്ല. അത് കഴിക്കേണ്ട എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് പറയുക?
തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുക. നമ്മൾ കഴിച്ചതിന് ശേഷം അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുമ്പോൾ വളരെ കോൺഫിഡൻറ്റോടു കൂടി നമുക്ക് സംസാരിക്കാനും പറ്റും. ഈ ഒരു പ്രൊഡക്റ്റുകൾ നമ്മൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ബിസിനസ്സിനേക്കാൾ ഉപരി ഒരു കുടുംബത്തെയാണ് നമ്മൾ രക്ഷപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇന്ന് ഷുഗർ രോഗം വന്നു കഴിഞ്ഞാൽ മിക്ക ആളുകളും ആദ്യമൊക്കെ നമ്മൾ ഈ മരുന്ന് മെറ്റ്ഫോമിനുള്ള മരുന്നൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്റ്റ് ഒക്കെ മനസ്സിലാക്കിയാൽ നമ്മൾ ആ പ്രദേശത്തേക്ക് പോകില്ല. പക്ഷേ ഡോക്ടർ എന്നുള്ള ഒരു സങ്കല്പത്തിൽ നടക്കുന്ന മലയാളികൾ ഡോക്ടർ എഴുതി തരുന്നത് എന്തും കഴിക്കുക എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയില്ല, ഈ മെറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു സ്ലോ പോയിഷൻ ആണ്. കാരണം നിരന്തരമായിട്ടുള്ള അതിന്റെ ഉപയോഗം കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഓരോ അവയവങ്ങളും പണിമുടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഡോക്ടറെ അടുക്ക പോയി അത് നല്ലൊരു ഡോക്ടർ തരുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഷുഗർ രോഗം മാറുകയും ചെയ്യണം, നമുക്കൊരു ബുദ്ധിമുട്ടും വരരുത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിരന്തരം ഷുഗർ രോഗം വന്നതിന് ശേഷം നമ്മൾ ഈ പ്രൊഡക്റ്റ് കഴിക്കുന്ന ആളുകൾക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റ് മനസ്സിലാക്കിയാൽ മതി. കാലിനൊക്കെ എന്തെങ്കിലും ഒരു മുറിവ് വരികയാണെങ്കിൽ കാല് കറുത്ത് വരും. കാല് കറുത്ത് വരുന്നതിന്റെ കാരണം എന്തുകൊണ്ടാ? ഈ ഷുഗറിന്റെ ഭാഗമായിട്ട് ഈ ഞരമ്പുകളൊക്കെ നശിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഷുഗറിന്റെ ബുദ്ധിമുട്ടായിട്ട് കാലുകളുടെ ഞരമ്പുകളൊക്കെ നശിക്കുന്നത്, അവിടെ കറുപ്പ് കളർ വരുന്നത്. അതിനെന്താ പ്രത്യേകത? നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മരുന്ന് കഴിക്കുന്നതാണെങ്കിൽ ഇതൊന്നും സംഭവിക്കരുത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ മരുന്ന് കഴിപ്പിച്ച് ഒരു ഡോക്ടർ, ഇപ്പോൾ ഷുഗർ രോഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡോക്ടറെ അടുക്ക പോയി കഴിഞ്ഞാൽ ആ ഡോക്ടർമാർ നമുക്ക് മരുന്ന് എഴുതി തരും. അവിടെ നിന്ന് തുടങ്ങി നമ്മൾ എല്ലാ അവയവത്തിനെയും ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് പണി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. കാരണം ഫസ്റ്റ് നമ്മൾ ഷുഗർ രോഗത്തിന് പോയി. അപ്പോൾ ഷുഗർ രോഗത്തിന് പോയിട്ടുള്ള ഈ മെറ്റാഫോമിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കിഡ്നി പോകും. അപ്പം കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്ടർക്ക് പണിയായി. പിന്നെ നമ്മുടെ കണ്ണിന് പ്രശ്നങ്ങൾ വരുത്തി തുടങ്ങി. അപ്പം കണ്ണിൻ്റെ ഡോക്ടർക്ക് പണിയായി. പിന്നീട് നമ്മുടെ ഓരോരോ സ്കിന്നിൽ അതിൻ്റെ ഒരു റിയാക്ഷൻ വരുന്നുണ്ട്. അപ്പം സ്കിൻ ഡോക്ടർക്ക് പണിയായി. അങ്ങനെ എന്ത് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ അവിടുന്ന് ഒരു ഘോഷയാത്ര തന്നെയാണ് ഡോക്ടർ എടുക്കുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഈ ഷുഗർ രോഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് മരുന്ന് കഴിക്കുന്ന മിക്ക ആളുകൾക്കും ഈ ഹോസ്പിറ്റലിൽ വിട്ടൊഴിയാൻ ഒരു നേരം ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ മരുന്ന് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് അസുഖങ്ങളെ ഒരു കൂട്ടം തന്നെ വരികയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചിന്തിക്കുക, നമ്മൾ ഇന്ന് ഏറ്റവും നമ്മുടെ മുന്നിൽ കിട്ടിയ വെൽനസ് പ്രൊഡക്റ്റുകൾ കഴിക്കുക. ആ വെൽനസ് പ്രൊഡക്റ്റുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ, കാരണം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എത്ര നല്ലൊരു കുടുംബമാണെങ്കിലും ആ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖം വരികയാണെങ്കിൽ ആ കുടുംബം നശിച്ചു പോവുകയാണ്. കാരണം ഇന്ന് നിലവിൽ നമുക്കറിയാം, നമ്മുടെ വരുമാനവും ചെലവുമായിട്ട് നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് താരതമ്യം പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അതിനാണ് നമ്മൾ ഇതിൽ വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തെക്കാളും ചെലവ് കൂടുതൽ കൊണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കമ്പനിയിൽ വന്ന് നമ്മളത് ജനങ്ങളിൽ ഈ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുക. പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വരുമാനവും കിട്ടും. നമ്മൾ ഓരോ കുടുംബത്തിനെയാണ് രക്ഷപ്പെടുത്തുന്നത്. അത് നമ്മൾ ആരും മറന്നു പോരുത്. വെറും ഒരു ബിസിനസിന്റെ, ഞാൻ സത്യസന്ധമായിട്ട് ആളുകളോട് പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു വെറും ഒരു ബിസിനസ്സിനായിട്ട് മാത്രം ആരും ദൈവം കാണരുത്. ഇത് ദൈവം നമുക്ക് തന്നൊരു, എന്നാ പറയേണ്ടത്, നമുക്ക് എല്ലാവർക്കും ഈ വെബ്സൈറ്റിൽ വന്ന ആൾക്കാരൊക്കെ ദൈവത്തോട് നന്ദി പറയണം. കാരണം എല്ലാവർക്കും ഒന്നും ഈ ഒരു മേഖലയിൽ വരാൻ പറ്റില്ല. കാരണം ദൂരെ നിന്ന് പറയുന്ന ആൾക്കാർ, നമുക്കറിയാം, ഡോക്ടർമാരുടെ പോയിട്ട് നമ്മൾ വക്കീലിന്റെ കേസ് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? അതേപോലെ വക്കീലിനോട് പോയിട്ട് ഡോക്ടറെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ സാധാരണക്കാരന് ഒന്നും മനസ്സിലാത്ത ആൾക്കാർ നമ്മളിതിങ്ങനെ കുറ്റപ്പെടുത്തും. ചില ആൾക്കാർ പറയും, ഇവരിപ്പോ ഡോക്ടർ ഭാഗമായി പഠിച്ചിട്ടൊക്കെ ഡോക്ടർ പണിയെടുക്കുന്നത്, അതൊക്കെ നമ്മൾ സ്വീപ്പാക്കും, തമാശയാക്കും. ആയിക്കോട്ടെ, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് കിട്ടിയ ഈ അവസരം നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. സമയം അതിക്രമിച്ച് എൻ്റെ ഈ ഒരു ഇത് കേട്ട എല്ലാ ആളുകളോടും, ഇതിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വളരെ സത്യസന്ധമായിട്ട് ബിസിനസിന്റെ ഉപരിയായിട്ട് നമ്മൾ ഇതിനെ കൊണ്ടു നടക്കുക. നമുക്ക് ബിസിനസ്സും കിട്ടും, നമ്മുടെ കുടുംബവും രക്ഷപ്പെടും, മറ്റുള്ളവരുടെ കുടുംബവും രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്താഗതി നമ്മൾ വെക്കുക. ഓക്കെ, ഈ ഒരു അവസരം തന്ന വിന്നിൻ ടീമിന്റെ ലീഡർമാരോടും എൻ്റെ അപ്ലൈൻ മനോജ് പാറയിൽ സാറോടും ഒക്കെ നന്ദി ഞാൻ പറയുകയാണ്. ഓക്കെ, വിഷ് യു വെൽ. താങ്ക് യു. താങ്ക് യു ഉത്തമൻ സർ. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു MC കൈ കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് റിവ്യൂ അഥവാ പെട്ടെന്ന് ഉത്തമേട്ടൻ നിർത്തിക്കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഏതാണ്ട് ഇഷ്ടപ്പെട്ട പലഹാരം കൈ കിട്ടിയ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥയില്
ആ ഒരു വെൽനെസ്സിനെ കുറിച്ച് ആയതുകൊണ്ട് ഉത്തമേട്ടൻ അത് നല്ല രീതിയിൽ നമ്മുടെ ജോമോൾ മാഡം ഏറെക്കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഉത്തമേട്ടനും നല്ല രീതിയിൽ തന്നെ ഉത്തമേട്ടനെ റിവ്യൂ ചെയ്തു. ജോമോൾ മാഡം നല്ല അവരുടെ ആ ഒരു അനുഭവത്തിൽ നിന്ന് വന്ന കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് നല്ല രീതിയിൽ ആ ഒരു സെഷൻ കൈകാര്യം ചെയ്തു. അപ്പൊ ഉത്തമേട്ടന്റെ ഇഷ്ട മേഖല ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ ഒരു സെഷൻ നല്ല രീതിയിൽ തന്നെ റിവ്യൂ ചെയ്തു. താങ്ക് യു ഉത്തമേട്ട. എല്ലാവർക്കും ചാറ്റ് ബോക്സിലൂടെ ഉത്തമേട്ടനുള്ള നന്ദി അറിയിക്കാവുന്നതാണ്. അപ്പം വളരെ അപ്രതീക്ഷിതമായി എനിക്ക് ഇന്ന് ഈ ഒരു അവസരം കയ്യിൽ തന്ന എൻ്റെ ലീഡേഴ്സിനോടും അതേപോലെ വിന്നിംഗ് ടീമിനോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. വിഷ് യു വെൽ. താങ്ക് യു.